തൃശൂർ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണെന്നാണ് വെപ്പ്. ഇക്കുറി അവർ രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ വനിതാ നേതാവ് പത്മജ വേണുഗോപാലിനെയാണ്. മാധ്യമങ്ങളുടെ പുറത്തുവന്ന സർവേകളിൽ തൃശൂരിൽ ഇക്കുറി ബി.ജെ.പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൊടുങ്കാറ്റിൽ ബി.ജെ.പിക്ക് അടിപതറിയിരുന്നു. വെറും 8 കൗൺസിലർമാരെയാണ് അവിടെ ബി.ജെ.പിക്ക് ജയിപ്പിക്കാനായത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറുമെന്നും പത്മേജി വിജയിച്ച് കയറുമെന്നും ബി.ജെ.പി വിശ്വസിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് തൃശൂർ ബി.ജെ.പിക്ക് എ ക്ലാസ് മണ്ഡലമായി മാറിയത്. അതേസമയം സർവേകളിൽ കോൺഗ്രസ് മുന്നിലെത്തിയതോടെ മറ്റു വഴികൾ തേടുകയാണ് ബി.ജെ.പി. 2021 കിറ്റ് നൽകി LDF സർക്കാർ ഭരണം പിടിച്ചതിന് സമാനമായി വിഷു കിറ്റാണ് ബി.ജെ.പി വോട്ടർമാർക്കായി ഏർപ്പാടാക്കിയത്. ഇത് നഗ്നമായ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. പണമോ പാരിതോഷികങ്ങളോ നൽകി വോട്ട് പിടിക്കരുതെന്ന നിർദ്ദേശമാണ് ഇവിടെ ബി.ജെ.പി കാറ്റിൽ പറത്തിയിരിക്കുന്നത്. തൃശൂരിലെ ഒളരി ശിവരാമപുരം ഉന്നതിയിലെ താമസക്കാർക്കാണ് ബി.ജെ.പി പ്രാദേശിക നേതൃത്വം സ്ലിപ്പുകൾ നൽകുകയും ഇതുപയോഗിച്ച് സമീപത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിറ്റുകൾ കൈപ്പറ്റുകയും ചെയ്യുവാൻ നിർദ്ദേശം നൽകിയത്. സംഭവമറിഞ്ഞ് LDF UDF പ്രവർത്തകർ രംഗത്തെത്തി പ്രതിഷേധിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി സൂപ്പർ മാർക്കറ്റ് അടപ്പിക്കുകയും ചെയ്തു. ഒളരി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ കാർത്തിക സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു കിറ്റ് വിതരണം നടന്നത്. ബി.ജെ.പി പ്രാദേശിക നേതാവ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 100ഓളം സ്ലിപ്പുകൾ വിതരണം ചെയ്തതായും ഇതുപയോഗിച്ച് പലരും കിറ്റുകൾ കൈപ്പറ്റിയതായും LDF നേതാക്കൾ ആരോപിച്ചു. 12 ഇനം പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. സൂപ്പർ മാർക്കറ്റിന് പിന്നിലെ ഗോഡൌൺ വഴിയാണ് വിതരണം നടന്നതെന്നാണ് സൂചന. വിവരമറിഞ്ഞ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, അനൂപ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പിന്നാലെ അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ മുദ്രാവാക്യം വിളികളുമായി എത്തിയതോടെ പ്രദേശം യുദ്ധക്കളമായി മാറുകയായിരുന്നു. ബി.ജെ.പി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണെന്ന് ഇരുവിഭാഗം നേതാക്കളും ആരോപിച്ചു. പത്മജ വേണുഗോപാലിനെ അയോഗ്യയാക്കണമെന്നും മറ്റു പാർട്ടിക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. RDOയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇലക്ഷൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഡോക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കഴിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ വൈസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് കിറ്റുകൾ തയ്യാറാക്കാൻ ഏൽപ്പിച്ചതെന്നും 75 കിറ്റുകൾ ഓർഡർ ലഭിച്ചതിൽ 10 എണ്ണം വിതരണം ചെയ്തുവെന്നും സൂപ്പർ മാർക്കറ്റ് ഉടമ വെളിപ്പെടുത്തി. ബാക്കിയുള്ള കിറ്റുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ പ്രദേശത്ത് ബി.ജെ.പി വോട്ടിന് പണം നൽകിയെന്ന് പരാതി ഉയർന്നിരുന്നു. അന്ന് വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന കാര്യവും LDF ചീഫ് ഇലക്ഷൻ ഏജന്റ് KB സുമേഷ് ചൂണ്ടിക്കാട്ടി. വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതേസമയം വിവാദവുമായി തനിക്ക് ബന്ധമില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കിറ്റ് നൽകാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നുമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ മറുപടി. അന്വേഷണം ഊർജിതമാക്കുമ്പോൾ കിറ്റ് നൽകിയ ആളുമായി ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടികളായിരിക്കും കാത്തിരിക്കുന്നത്.